കഴിഞ്ഞ ബജറ്റിൽ മുന്നോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ എന്നുള്ളത്. നമ്മുടെ ധാതു സമ്പത്ത് ക്രിട്ടിക്കൽ മിനറലിലേക്ക് വാല്യൂ അഡീഷൻ നടത്തുന്നതിനുള്ള ഒരു പുതിയ സംവിധാനമായി കേരളമാണ് ആദ്യമായി ഒരു ബജറ്റിനകത്ത് അത് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് യൂണിയൻ ബജറ്റിനകത്തും അത് ഇടം തേടുകയുണ്ടായി. എന്നാൽ നമ്മുടെ ബജറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു KMML, അതുപോലെ തന്നെ IRE, കെൽട്രോൺ, NDTVC, ഈ ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ഫെറസുമായി ബന്ധപ്പെട്ട ഈ മിനറൽസിലെ പ്രധാനപ്പെട്ട സ്ഥാപനം ഇവയുമായി ചേർന്നിട്ടുള്ള പൊതുമേഖല അധിഷ്ഠിതമായ ഒരു പദ്ധതി അതിനകത്തായിരിക്കും കേന്ദ്രീകരിക്കുന്നത് എന്ന് കണ്ടിരുന്നു. അതിൽ സ്വകാര്യ മൂലധനത്തെ കൂടി ആകർഷിക്കും, സ്വകാര്യ മൂലധനവുമായി ചേർന്നിട്ടായിരിക്കും എന്ന ഒരു പ്രഖ്യാപനം ഇതിനകത്ത് വരികയുണ്ടായി. അപ്പോൾ നേരത്തെ ഈ 3 സംവിധാനങ്ങൾക്ക് മുൻകൈയുള്ള ഒന്ന് അതിനകത്ത് മറ്റെന്തൊക്കെ വേണമെന്നുള്ളത് ആ ഘട്ടങ്ങളിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്വകാര്യ മൂലധനത്തിലേക്ക് വിട്ടുകൊടുക്കാനും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് ധനകാര്യ ഉപമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് KMML ഉൾപ്പെടെയുള്ള ആ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനും ധാതു സമ്പത്ത് പൂർണ്ണമായും കൊള്ളലാഭം തട്ടിയെടുക്കുന്നതിന് വേണ്ടി കൈവിട്ടു കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനമായിട്ട് വേണം കാണാൻ.